ഹായ്. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു വക്കീലിനെ, ഒരു പരിധി വരെ എന്ന് പറഞ്ഞ ഒരു ലോയറിനെ ഒരു അഗ്രസീവ് ലോയർ എന്ന് സമൂഹം ചില സമയത്ത് വിളിക്കും, അല്ലെങ്കിൽ സിസ്റ്റം ഹി വാസ് അഗ്രസീവ് എന്ന് പറയും. അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാവരെയും ഒരുമിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം വെച്ച് ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ഇല്ല. നമ്മൾ ഒരു കക്ഷിയുടെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാവരെയും നമ്മൾ കക്ഷികളായിട്ട് കാണുന്നില്ല ഒരിക്കലും. നമ്മളെ വിളിക്കുന്ന ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ. ഒരു വക്കീലിനെ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിയമോപദേശം തേടാനും അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്യാമെന്ന് അറിയാനൊക്കെയാണ് അവർ വിളിക്കുന്നത്. അവരുടെ ഹാർഡ്ഷിപ്സ് അല്ലെങ്കിൽ പെയിൻ. നമ്മൾ ലോ പഠിക്കുമ്പോൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമുണ്ട്, വാട്ട് ഈസ് പെയിൻ എന്ന്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൽ വേദന, ഫിസിക്കൽ പെയിൻ ഉണ്ട്, മെന്റൽ പെയിൻ ഉണ്ട്. ഈ ഫിസിക്കൽ പെയിനും മെന്റൽ പെയിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളെ സംബന്ധിച്ച് മനുഷ്യന്റെ കാര്യമാണല്ലോ കൂടുതലും ഇപ്പൊ സംസാരിക്കുന്നത്. ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ റേറ്റും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ട്. വേദന എല്ലാവർക്കും തുല്യമാണ്. വേദനിപ്പിച്ച് ഒരാളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനൊക്കെ എല്ലാം ബുദ്ധിമുട്ടുമാണ്, അല്ലെങ്കിൽ അവർ ചെയ്യും വേദന പേടിച്ചിട്ടാണ്. ഒരു ഇൻഡിവിജ്വൽ നമ്മുടെ അടുത്ത്, ഒരു മനുഷ്യൻ എന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് അവരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറയുവാണ്. സാറേ, ഞാൻ ഇത്രയും കഷ്ടപ്പെടുവാണ്, എനിക്കൊരു നിവൃത്തിയില്ല, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, പ്രായമാവാത്ത കുട്ടിയായിക്കോട്ടെ, ഒരു മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ ഡിഫറൻ്റായ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാമെന്ന് മനസ്സിലാക്കാം എന്ന് പറയുന്നത്. മനസ്സിലാക്കണം മനുഷ്യനാണെങ്കിൽ. അപ്പോൾ ഒരാളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കേട്ടിട്ട് നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതല്ല. എന്നെ സംബന്ധിച്ച് എനിക്കത് പറ്റില്ല. ഞാൻ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പറഞ്ഞ പോലെ എൻ്റെ ആശാൻ എനിക്ക് തന്ന മൂല്യത്തിൽ, എൻ്റെ ആശാൻ്റെ പേര് ഞാൻ പറയാൻ മറന്നു കേട്ടോ, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ടി.എസ്. സന്തോഷ് സാറ്, അഡ്വക്കേറ്റ് ടി.എസ്. സന്തോഷ് സാറ്. എൻ്റെ ആശാൻ, എൻ്റെ സീനിയർ, എന്നെ പഠിപ്പിച്ചതാണ് മനുഷ്യനായിട്ട് നീ ചിന്തിക്കാൻ പഠിക്കണമെന്ന്. അപ്പം ഈ കാഷ്വൽ ടോക്കിൻ്റെ ഒക്കെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് വന്നിട്ട് അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവരനുഭവിച്ച യാതനകളും നമ്മളുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു മനുഷ്യനായിട്ട് ഇത്, പച്ചയായ മനുഷ്യനായിട്ട് ഇത് കേൾക്കുക. അവർക്ക് കൊടുക്കുന്ന ആ സമയം അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു പരിധി വരെ നമ്മൾ ആ കൊടുക്കുന്ന ഒരു ടൈമുണ്ട്. അവർക്ക് കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടായ ഹാർഡ്ഷിപ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവരിതെല്ലാം പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുകളും യാതനകളും ഞാൻ ആ കടന്നു. അവർ പറയുമ്പോൾ ചിലവർ പറയുമ്പോൾ കണ്ണീരാ വരുന്നേ. ഇത് കാണുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇമോഷണലി ഞാൻ ഭയങ്കര എന്താ പറയുക, ഒരാളുടെ സങ്കടം കേട്ട് ഞാൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ സങ്കടമൊക്കെ കേട്ട് കഴിയുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ വരുന്ന ഒരു ഔട്ട്ബ്രേക്കുണ്ട്. എനിക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അവർക്കിടെ ആ ഹാർഡ്ഷിപ്സിന് നീതി നേടിക്കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് സംസാരിക്കാനെങ്കിലും പറ്റുമോ. ഈ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ ക്രിമിനൽ ഒഫൻസസ് ഉണ്ടാവും, ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വയലൻസ് മാക്സ് എക്സ്ട്രീം എൻഡായിരിക്കും. അവർ ഇമോഷണലി അവരെ ടോർച്ചർ ചെയ്തേക്കുന്നേ ഉണ്ടാവും, അല്ലെങ്കിൽ ലൈഫിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത വിധം മാനസികമായിട്ട് തളർന്ന് പോയേക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇതിൽ നിന്ന് റിലീഫ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് തന്നെ. അപ്പോൾ ഇതിൽ സാമ്പത്തികം ഉള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം, ഉണ്ടെങ്കിൽ പോലും സംസാരിക്കാനായിട്ടുള്ള പേടിയുള്ളവരുണ്ടാകാം. അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഓൾ ഓഫ് എ സഡൻ പ്ലാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്ത് റിലീഫ് ആദ്യം കൊടുക്കാം അവർക്ക് ഫസ്റ്റ്. അതായത് ഒരു കേസ് പഠിച്ച് ആ കേസ് പെറ്റീഷൻ അടിച്ച് ഈ പെറ്റീഷൻ കൊണ്ടുപോയി ഫയൽ ചെയ്ത് കോടതിയിൽ വന്ന് കോടതിയിൽ നിന്ന് നമ്പർ ഇടിയിപ്പിച്ച് കോടതിയിൽ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ആത്മഹത്യ തന്നെയാണ് ചെയ്യുന്നത്. അവസാനം നിവൃത്തിയില്ല, ലാസ്റ്റ് ഹോപ്പായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടുമോ, അവർക്ക് എന്തെങ്കിലും രക്ഷയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിയമോപദേശം തേടി വരണേ. അത് തേടി വരാൻ പറ്റാത്ത ഭീരുക്കളെന്നല്ല, നിസ്സഹായർ ആണ്
ആത്മഹത്യ ചെയ്യുന്നതും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നതും. അപ്പം ഈ സാഹചര്യങ്ങളിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ഈ കുപ്പായോട്ട് കൊണ്ട് കിടക്കുന്നത്? അല്ലെങ്കിൽ നമ്മളെന്തിനാ പഠിച്ചേ? അതായത് ഒരു മനുഷ്യനാവാനും സ്കൂളിലൊക്കെ പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൗഡ് സിറ്റിസൺ ആവണമെന്ന് പറയും. എന്താ സിറ്റിസൺ? ഇപ്പം ആൾക്കാരെ അഗ്രസീവ് വക്കീൽ എന്ന് പറഞ്ഞു. അഗ്രസീവ് വക്കീൽ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച് എന്നെ ഒരാൾ അഗ്രസീവ് വക്കീൽ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ വ്യക്തിക്ക് ഏറ്റവും ആദ്യം എന്ത് റിലീഫ് കൊടുക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ അവർക്കൊരു ആശ്വാസം അവരുടെ സങ്കടത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കിയിട്ടുള്ളൂ. ഈ സാഹചര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം എന്നുണ്ടെങ്കിൽ ഇതിൽ ഫാമിലി മാറ്റേഴ്സ് അല്ല, വിസ തട്ടിപ്പ് വരെയുള്ള കക്ഷികളുണ്ട്. അവര് സ്വന്തം വീട് വരെ പണയം വെച്ച് കൊടുത്ത കാശുകൾ വരെ എങ്ങനെയെങ്കിലും കിട്ടുമെന്നറിയാമെന്ന നിയമപരമായിട്ട് ഒരു ഒഫൻസ് ചെയ്യുന്നവൻ അതിൽ നിന്ന് അവനെ ഊരിയെടുക്കാനായിട്ട് അവൻ നേരിട്ടല്ലെങ്കിലും അവൻ്റെ പുറകിലും ആളുണ്ടാവും. ഇനി ഒരു പീഡനം നടത്തി, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഗാർഹിക പീഡനം, അത് ആണ് പെണ്ണിനോട് മാത്രം ചെയ്യുന്നതല്ല. ഇന്ന് ഈ സമൂഹത്തിൽ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ആണുങ്ങളും ഉണ്ടാവും. നമുക്കും അറിയാം കേസസ്, നമ്മളെന്നും കേൾക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ കേട്ടിട്ട് വന്നു കഴിഞ്ഞിട്ട് അതിനെ കേട്ടിട്ട് ഞാൻ ഫൈൽ ചെയ്യാം എന്ന് പറഞ്ഞ് ഇരുന്ന് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആശാൻ എന്നെ പഠിപ്പിച്ച മൂല്യങ്ങൾക്ക് ഒരു വിലയില്ലാതെയായി പോകും. അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന എൻ്റെ അപ്പനും അമ്മ എന്നെ വളർത്തിയെടുത്തതിനൊരു വിലയില്ലാതെയായി പോകും. എന്നെ പഠിപ്പിച്ച സാറുമാർ ചിന്തിക്കും ഞങ്ങൾ എന്തിനാ അവനെ പഠിപ്പിച്ചതെന്ന്. അപ്പം ഒരാളുടെ സങ്കടത്തിൽ നമ്മൾ വേറെ ഒരാൾ ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ മറ്റൊരാൾക്ക് സങ്കടത്തിന് കാരണമായ നമ്മൾ റിയാക്ട് ചെയ്യണം. എന്നെ പോലെ റിയാക്ട് ചെയ്യുന്ന ഓരോരുത്തരും, അത് അഭിഭാഷകനായിക്കോട്ടെ ഒരു സാധാരണക്കാരനായിക്കോട്ടെ, അവൻ ഒരാൾക്ക് ന്യായവും നീതിയും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞേക്കുന്നത്. ഇനി സ്റ്റേഷനിൽ കയറി ചെന്നിട്ടാണെങ്കിൽ പോലും പറയണമെങ്കിൽ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. അപ്പം നമ്മളെപ്പോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാകുന്നതും അല്ലെങ്കിൽ നമ്മളുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഈവൻ ഞാനിപ്പോൾ സ്റ്റേഷൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. കേരള പോലീസിൽ ഒരു സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കൺസേൺ കൃത്യമായിട്ട് എൻ്റെ ഒരു കക്ഷീൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്, സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ സപ്പോർട്ടും ചെയ്ത് തന്നേക്കുന്ന സ്റ്റേഷനുണ്ട്, ഒന്നല്ല പലത്. അപ്പം നമ്മൾ വിചാരിക്കും കോടതിയിൽ പോയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്ന്. നല്ലൊരാളുടെ അടുത്ത് സംസാരിക്കുക, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് പോയി സംസാരിച്ച് നിങ്ങൾക്ക് എന്ത് റിലീഫ് വാങ്ങാൻ പറ്റും എന്നുള്ളത് സംസാരിച്ച് നോക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന ഇമ്മീഡിയറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ റിലീഫ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ ഏതറ്റം വരെയും പോകും. അപ്പം ആളുടെ കൺസേൺസ് ശരിയാക്കുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങൾക്ക് നമുക്കൊരു തടയിട്ടിട്ട് നിയമം വേണമെങ്കിൽ നമ്മൾ നിയമത്തിൻ്റെ വഴി, അതായത് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല അത് നമ്മൾ പബ്ലിക്കായിട്ട് ഓപ്പണായിട്ട് പറയണ്ട. ഈ പറഞ്ഞതിൽ ഒരു വ്യക്തി ഒരാളെ ബലമായി പിടിച്ചു വെച്ചിരിക്കുന്നു, മകളായിക്കോട്ടെ. ഈ മകള് കല്യാണം കഴിച്ചു എന്ന് മാത്രമേ ഇതുള്ളൂ. ഈ കല്യാണം കഴിച്ച പയ്യൻ ആ കൊച്ചിനെ കാണാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, ഒരു നിവൃത്തിയില്ല. നമ്മൾ തന്നെ ഈ അതിൻ്റെ എല്ലാ വഴിയും നോക്കും. ചിലപ്പോൾ സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ആളെ ഇങ്ങനെയാണ് സാഹചര്യം എന്ന് പറഞ്ഞു നോക്കും. അവിടെ മണി പവറും മസിൽ പവറും വെച്ചിട്ട് നമ്മളെ വില പറയാൻ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു അഗ്രസീവ് ലോയർ വർക്ക് ചെയ്യണേ. ആ പയ്യനും കിട്ടേണ്ട അവകാശം, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യണ്ടേ? നമ്മൾ ചോദ്യം ചെയ്യും. അപ്പം നമ്മൾ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോൾ അതിന് സഹായിക്കാൻ പറ്റില്ലാത്തവർ പറയും ഹി വാസ് അഗ്രസീവ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അറഗൻ്റാണ്. ഇറ്റ്സ് നോട്ട് അറഗൻസ്. ശരിക്കും ഒരാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്ന ഒരു മനുഷ്യൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീവ്രത, അവരുടെ ഇമോഷണൽ കൺസേൺസ് എല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും പോകുന്നത്. അതിന് നിയമമുണ്ട്. നമ്മൾ ആദ്യം അവിടെ പോയി നോക്കും. നടന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരല്ല തീരുമാനിക്കുന്നത്, ഇവിടെ ഒരു കോടതിയുണ്ട്, ജുഡീഷ്യറി, ഡിസ്ക്രിഷണറി പവർ ഓഫ് ജഡ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിയമത്തിൻ്റെതായ വഴികളുണ്ട്. അത് നമ്മൾ എക്സാക്ട്ലി കണ്ടുപിടിച്ച് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ
ചിലപ്പോൾ നമ്മൾ അഗ്രസീവൊക്കെ ആയി എന്നൊക്കെ ഇരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ പറ്റുകയില്ല എന്ന് പറഞ്ഞ വിട്ടോടം ഉണ്ടാവും, അല്ലെങ്കിൽ ആദ്യം തൻ്റെ വഴി നോക്കിക്കോളാൻ പറഞ്ഞ വശങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാരുണ്ടാവും. ഈ സാധനം കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വഴിയും കൊണ്ടാണ് വന്നേക്കുന്നതെന്ന് പറയുന്നതുണ്ടാവും. അത് ഞാനല്ല പറയുന്നത്, ആ കക്ഷിക്ക് വേണ്ടിയിട്ട് അയാളായിട്ട് സ്വയം മാറിയ ഒരു അഭിഭാഷകൻ, ഒരു ലോയർ, ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ. അപ്പം അതിൽ അഗ്രസീവ് ലോയർ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. എനിക്കറിയാം ഈ വീഡിയോ കാണുന്നവർക്കെന്ന് പറഞ്ഞാൽ ഇത്രയും ലോങ് ഒന്നും കാണാൻ പറ്റില്ല എന്ന്. പക്ഷെ നിങ്ങളും മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ സംസാരിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് ചിന്തിച്ചതാണ്. ഇപ്പോൾ ആൾക്കാർ പണ്ട് ഞാൻ ചെറുപ്പത്തിലാണെങ്കിലും പറയണ കേട്ടിട്ടുണ്ട്, ഒരു ഡോക്ടറിൻ്റെ അടുത്തും ഒരു വക്കീലിൻ്റെ അടുത്തും കള്ളം പറയരുത്, അല്ലെങ്കിൽ ഒരു സത്യകുമ്പസാരം നടത്തുന്ന പുരോഹിതൻ്റെ അടുത്ത് കള്ളം പറയരുത്. ഓപ്പണായിട്ട് പറയണം. ഒന്നത് പറയുന്നത് കൊണ്ട് അയാൾക്ക് കിട്ടുന്ന മെൻ്റൽ റിലീഫ്, രണ്ട് അയാളെ കേൾക്കാൻ ഒരാളുണ്ട്, മൂന്ന് അയാൾക്ക് കഴിയാത്തത് അയാൾക്ക് നേടിക്കൊടുക്കും, അല്ലെങ്കിൽ ആ പറയുന്ന കേൾക്കുന്ന ഒരാളുടെ അടുത്ത് ചെല്ലുക. നമ്മൾ ഇത് നേടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, ഞാൻ കഴിഞ്ഞ എല്ലാത്തിലും പറയുന്നത്, വേറൊരാളുടെ ദുഃഖത്തിൽ നിന്ന് അയാളുടെ കണ്ണീരിൽ നിന്ന് അയാളെ മാറ്റിയിട്ട് അയാളെ ക്ലിയർ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷിക്കാൻ, ഒന്ന് ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ പ്രശ്നം തീർന്നില്ലേ, ഒന്ന് ചിരിക്കുന്നു പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷനുണ്ട്. സാറ്റിസ്ഫാക്ഷനിൽ കൂടുതൽ എനിക്ക് സ്വയം ഒരു സന്തോഷമുണ്ട് ഒരാളുടെ സങ്കടത്തിൽ നിന്ന് മാറ്റുമ്പോൾ. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാത്രം വാങ്ങിച്ചല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. ഒരു നേരത്തെ അന്നമില്ല, ഏറ്റവും ഒരു കഠിനമേറിയ ഒരു ഇമോഷൻ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് വിശപ്പാണ്. അന്നമില്ല എന്ന് പറയുന്നവന് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാമോ എന്ന് ചോദിക്കുന്നു. ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ പാകത്തിന് എന്തെങ്കിലും കൊടുത്തു. ചിലപ്പോൾ അവർ കള്ളത്തരമായിരിക്കും പറയുന്നത്, നമുക്കറിയില്ല, എല്ലാവരും കള്ളത്തരമായിരിക്കില്ല പറയണത്. ലാസ്റ്റ് ഹോപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവുന്നേ, പുറത്തേക്ക്. പക്ഷെ എന്നാലും അവർക്കൊരു റിലീഫ് കിട്ടുമെങ്കിൽ ബി ദ റീസൺ ഫോർ ദാറ്റ് ഹാപ്പിനെസ്. അതുപോലെ അവരുടെ റിലീഫിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇച്ചിരി അഗ്രസീവായിട്ടും ദേഷ്യപ്പെട്ടും അല്ലെങ്കിൽ ഇച്ചിരി കടുപ്പിച്ച് സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒരു മടിയും കൂട്ടണ്ട. ഇനി നിങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ട് വേറൊരാൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ പോകരുത്. നിങ്ങൾക്ക് സംസാരിക്കാം, യു ഹാവ് ദ റൈറ്റ് ടു ടോക്ക്, യു ഹാവ് ദ റൈറ്റ് ടു അഡ്രസ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ സംസാരിക്കുക. അതിന് നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് റൈറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ന്യായവും നീതിയും ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കാനുള്ള എല്ലാ വശങ്ങളും ഇന്ന് ഉണ്ട്. അപ്പം അതിന് ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് വിരലിൽ എണ്ണാൻ കഴിയാത്തോടത്തോളമുള്ള ലോയേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, സീനിയേഴ്സ് ഉണ്ട്. സംസാരിക്കും നിങ്ങൾ. എനിക്ക് എല്ലാം കൊണ്ടും ഇന്ന് ഇത്രയും പറയാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ കേൾക്കുകയുണ്ടായി. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ഭയങ്കര അഗ്രസീവാണ്. ഒരാളുടെ പ്രശ്നം എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ചൂടായി. നമ്മൾ നോക്കിയിട്ട് നടക്കാത്തൊരു കാര്യം ഇല്ല. പക്ഷെ ഈ നടക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുന്നവരുടെ എല്ലാവരുടെ അടുത്ത് കാല് പിടിക്കണം. ഒരാളുടെ നിസ്സഹായാവസ്ഥ വെച്ചിട്ട് കാല് പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല കുനിക്കാനൊക്കെ ഒരു ഇച്ചിരി പാടാ. തല കുനിക്കുകയില്ല. അതിൻ്റെ ഏതറ്റം പോണ്ടി വന്നു കഴിഞ്ഞാലും പോവുകയും ചെയ്യും. ഇത് അഗ്രഷനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തെറ്റ് ചെയ്യാതിരുന്നിരിക്കണം. അല്ലെങ്കിൽ അവരെ കൂടുതൽ വേദനിപ്പിക്കാതെ അതിൽ നിന്ന് ഒഴിവാക്കി വിട്ടിരുന്നിരിക്കണം. സെറ്റിൽമെന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങളെ കൊണ്ട് നടക്കുകയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സമീപിക്കുക. ഇവിടെ മീഡിയേഷനുണ്ട്, മീഡിയേറ്റേഴ്സ് ഉണ്ട്, ആൾക്കാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. സംസാരിച്ചു പോകും. അല്ലെങ്കിൽ നമുക്ക് നിയമമുണ്ട്. അവസാനം നിയമത്തിൽ നേടാൻ കഴിയാത്ത ഒന്നും നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഇന്നിവിടെ സൊസൈറ്റിയിലുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അത് ന്യായവും നീതിയായിട്ടുള്ള കാര്യമാണെങ്കിൽ
അതിനെ അഗ്രഷൻ എന്ന് ഒരിക്കലും പറയരുത്, അല്ലെങ്കിൽ അയാൾ ഒരു അഗ്രസീവ് ലോയറാണെന്ന് പറയരുത്. അയാൾ ഒരാളുടെ ലൈഫിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ ഇച്ചിരി ഇമോഷണലി സംസാരിച്ചു പോയി, കാരണം അത് കേട്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടും കാര്യങ്ങളും കൊണ്ടൊക്കെ സംസാരിച്ചാണ്. എന്തൊരു കാര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഞങ്ങൾ കുറച്ച് പേര് ഇവിടെയൊക്കെ ഉണ്ട്. ആർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് സത്യവും നീതിയും ആണെങ്കിൽ പൈസയൊന്നും ഒരു മുഖ്യമല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളുണ്ട്.